രമ്യ രതീഷ് അവതരിപ്പിച്ച ഒറ്റത്തൈ എന്ന ചെറുകഥ. ിൽ മലയുടെ മാറിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന സർപ്പം പോലെ തോന്നിക്കുന്ന വയനാടൻ ചുരം. ആ വഴി ബസ് ഇഴഞ്ഞു കയറുകയാണ്. കുത്തിനെയുള്ള കയറ്റവും വില്ലുപോലുള്ള വളവുകളും താണ്ടി മെല്ലെ മെല്ലെ മലയുടെ നെറുകയിലേക്ക് ബസ് നിരങ്ങി കയറിക്കൊണ്ടിരുന്നു. ഡിസംബറിലെ കോടമഞ്ഞൻ തണുപ്പുള്ള കാറ്റ് ശക്തിയായി ബസ്സിനുള്ളിലേക്ക് അടിച്ചു കയറി. തണുത്ത കാറ്റ് ശരീരത്തെ മാത്രമല്ല പല്ലുകളെ പോലും കൂട്ടിയടിപ്പിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലായിരുന്നുവെങ്കിൽ കരിമ്പടത്തിനുള്ളിൽ നൂഴാമായിരുന്നു. ഒരു ഗ്ലാസ് ചൂട് കാപ്പി കിട്ടിയിരുന്നെങ്കിൽ നടക്കില്ലെന്നറിയാം, എന്നാലും വെറുതെയൊരു മോഹം. തണുത്ത കാറ്റും ബസിന്റെ ചാഞ്ചാട്ടവും ഇടയ്ക്കെപ്പോഴോ ഉറക്കത്തിന്റെ ആലസ്യത്തിലേക്ക് ഞാനും വഴുതി വീണു. മാനന്തവാടി മാനന്തവാടി. ഡോറിൽ തട്ടിയുള്ള കണ്ടക്ടറുടെ ശബ്ദത്തിൽ നിന്നുമാണ് പതിയെ ഉറക്കത്തിൽ നിന്നും ഞാൻ ഉണർന്നത്. ബസ് ഇറങ്ങി അടുത്ത ടാക്സി സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ മൂക്കിനുള്ളിലേക്ക് ഉള്ളിവടയുടെ മണം പാഞ്ഞു കയറി. ഒരു ചൂട് ചായയുടെ ആഗ്രഹം എന്നിലേക്ക് വീണ്ടും തിരിച്ചെത്തി. ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള തട്ടുകടയിലേക്ക് എൻ്റെ കാലുകൾ അറിയാതെ നീങ്ങി. രാവിലെ ജോലിക്കിറങ്ങിയ പുരുഷന്മാരുടെ തിരക്കായിരുന്നു കൂടുതലും. മടി കൂടാതെ തന്നെ പുറത്തിട്ടിരിക്കുന്ന മരബെഞ്ചിന്റെ ഒരു ഓരത്ത് ഞാനും ഇരിപ്പുറപ്പിച്ചു. ഓരോരുത്തരുടെയും ഒരു മാതിരിയുള്ള നോട്ടങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് ചായക്കും പഴംപൊരിക്കും ഓർഡർ ചെയ്തു. ആരെയും ഗൗനിക്കാതെ ഞാനത് കഴിക്കുന്നതിനിടയിൽ ഷോൾഡറിന്റെ പിറകിലായി അച്ചു എന്ന വിളിയോടെ ഒരു കൈ അമരുന്നത് ഞാൻ അറിഞ്ഞു. ഞെട്ടിപ്പിടിഞ്ഞെണീച്ച എനിക്ക് മുന്നിൽ ചിരിയോടെ നിൽക്കുകയാണ് സജുവേട്ടൻ. വകയിലൊരു അമ്മാവന്റെ മകനാണ്. അന്താളിപ്പിലും ഒരിത്തിരി വെറുപ്പോടും കൂടി ഞാൻ അവനെ നോക്കി. ഇഷ്ടക്കേടോടെയുള്ള എൻ്റെ നോട്ടം കണ്ടാവണം വേർതിരിച്ചറിയാൻ പറ്റാത്ത ഒരു ചിരിയോടെ അവൻ പറഞ്ഞു, പേടിക്കണ്ട, അമ്മാവൻ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. എന്നിട്ട് അച്ഛനെവിടെ? ഞാൻ ചോദിച്ചു. വരാൻ നേരം അമ്മാവൻ എന്തോ വയ്യാത്ത പോലെ, അതുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ടു. അവൻ പറഞ്ഞത് മുഴുവനായും വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തെന്നാൽ അച്ഛൻ കൂട്ടാൻ വരണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ്. ഏത് സമയത്താണ് ബസ് എത്തുക എന്ന് പറയാൻ കഴിയില്ല. പോരാത്തതിന് നല്ല തണുപ്പും. ആസ്മയുടെ പ്രോബ്ലം ഉണ്ട്. ഇന്നീ കാറ്റും കൊണ്ടുവന്നാൽ നാളത്തെ കാര്യം അബദ്ധത്തിലാവും. എന്നാ ചിറ്റയുടെ മോനെ അയക്കാമെന്ന് പറഞ്ഞതാണ്. അവൻ എന്തേലും ചില്ലറ കൊടുത്ത് സജുവേട്ടൻ വശത്താക്കി കാണും. അച്ചു, എന്താ ഇത്ര ആലോചന? വാ, ഞാൻ വണ്ടിയുമായാണ് വന്നത്. അവന്റെ കൂടെ പോകാൻ എനിക്കൊട്ടും താല്പര്യം തോന്നിയില്ല. ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആളുകൾ ഞങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. ഇനിയും അവിടെ നിന്നാൽ സമയം വൈകുകയുള്ളൂ. ഒന്നും മിണ്ടാതെ ഒരു കയ്യിൽ ലഗേജും മറുകൈയിൽ ഹാൻഡ് ബാഗുമായി സജുവേട്ടന് പിന്നാലെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന രീതിയിൽ ഞാനും നടന്നു. ലഗേജ് ഡിക്കിയിൽ എടുത്തു വയ്ക്കുന്നതിനിടയിൽ ഏതോ തമിഴ് പാട്ടിന്റെ വരികൾ അവന്റെ ചുണ്ടിന്റെ ഓരത്തുണ്ടായിരുന്നു. ഹാൻഡ് ബാഗിന് കൈനീട്ടിയപ്പോൾ ഞാനത് ഒന്നുകൂടി എൻ്റെ തോളത്തേക്ക് വലിച്ചിട്ടു. ആളത്ര നല്ലവനൊന്നുമല്ലെന്ന് അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട് പലപ്പോഴും. സ്കൂളിൽ പോകുന്ന സമയത്ത് കൂട്ടുകാരി ദേവ് കൂടെ ഇല്ലാത്തപ്പോൾ പലപ്പോഴും സജുവേട്ടന്റെ കൂടെയാണ് പോകേണ്ടി വരാറ്. ഇഷ്ടമുണ്ടായിട്ടല്ല, നിവർത്തികേട് കൊണ്ടാണ്. വീട് കഴിഞ്ഞ് ഒരു ഇടവഴിയിലൂടെയാണ് സ്കൂളിലേക്ക് പോകേണ്ടിയിരുന്നത്. ആ ഇടവഴിക്ക് നടുവിലായി വലിയൊരു കാടാണ്. ആ കാടിന് തൊട്ടടുത്തായി ഒരു തെങ്ങ് നിൽപ്പുണ്ട്. അത് എങ്ങനെ അവിടെ വന്നെന്നോ ആര് നട്ടെന്നോ ഇന്ന് വരെ ആർക്കും അറിയില്ല. ഒറ്റത്തൈ, അങ്ങനെയായിരുന്നു എല്ലാവരും വിളിച്ചത്. കാഴ്ചയിൽ ഒന്നും തോന്നില്ല. അടുത്തു ചെന്നാൽ മാത്രമേ അതിൻ്റെ സവിശേഷത അറിയൂ. കാരണം അതിൻ്റെ ചുറ്റും വലിയ കുഴിയാണ്. അതിൻ്റെ താഴ്ച എത്രയുണ്ടെന്നും അറിയില്ല. ഒരുപാട് ദുരൂഹതകൾ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ കുഴിയിലാണ് ഈ തെങ്ങ് നിൽക്കുന്നത്. അടുത്തൂടെ പോകുമ്പോൾ അതിനുള്ളിൽ എന്തൊക്കെയോ ഒച്ചകൾ കേൾക്കാം. എത്രയോ ആക്സിഡന്റുകൾ അവിടെ നടന്നിരിക്കുന്നു. അതിൽപ്പെട്ട ബോഡികൾ ഒന്നും തന്നെ ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് അതിനുള്ളിൽ സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഞങ്ങൾ കുട്ടികൾക്ക് ഒറ്റത്തൈ എന്നും ഒരു പേടി സ്വപ്നമായിരുന്നു. കൂടുതൽ പേടിപ്പിക്കാനാണ് സജുവേട്ടനും. ഒറ്റത്തൈക്കുള്ളിലെ പ്രേതങ്ങളെക്കാളും പേടിയായിരുന്നു എനിക്ക് സജുവേട്ടനെ. കൂട്ടിന് ആളില്ലാത്തപ്പോഴാണ് അവന്റെ വഷളത്തരം പുറത്തു ചാടുന്നത്. അനിഷ്ടം പ്രകടിപ്പിക്കുമ്പോഴൊക്കെ പറയും, വലുതായ നിന്നെ ഞാൻ തന്നെ കെട്ടും, നീ എന്റെ മുറപ്പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞ് എരിവ് കയറ്റിക്കൊണ്ടിരിക്കും. അച്ഛനോട് പറയുമെന്ന എന്റെ പേടിപ്പിക്കലൊന്നും അവന് വലിയ പേടിയൊന്നുമില്ല. അധികം ജാട കാണിച്ച വലുതായിട്ട് നിന്റെ അച്ഛനെ തല്ലിക്കൊന്ന് ദേ ഈ ഒറ്റത്തൈ കുഴിയിലേക്ക് വലിച്ചെറിയും, പറഞ്ഞേക്കാം. അത് കേൾക്കുമ്പോൾ സത്യമായും ഞാൻ ഭയപ്പെട്ടു. അതുകൊണ്ട് കഴിവതും അവനെ ശുണ്ഠി പിടിപ്പിക്കാതെ
ദേവു ഇല്ലാത്തപ്പോൾ തലവേദനയാണെന്ന് കള്ളം പറഞ്ഞ് ഒരുവിധം ഞാൻ അവനിൽ നിന്നും അകലം പാലിച്ചുകൊണ്ടിരുന്നു. വലുതാവുന്നതിനോടൊപ്പം തന്നെ ഒറ്റത്തെയെക്കുറിച്ചുള്ള ഭയം കുറയുകയും സജുവേട്ടനോടുള്ള വെറുപ്പ് കൂടുകയും ചെയ്തു. അവനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണ് ബിഎഡിന് ദൂരേക്ക് പോകാൻ തീരുമാനിച്ചത്. കോഴ്സ് കഴിഞ്ഞുള്ള വരവാണ്. ഡി, നീ എന്തുവായി ആലോചിക്കുന്നത്? വന്ന് വണ്ടി കയറ്. പിന്നെയും മടിച്ചു നിൽക്കുന്ന എൻ്റെ കയ്യിലവൻ പിടിച്ചു. ദേ സജുവേട്ട, ദേഹത്ത് തൊട്ട് കളിക്കരുത്, പറഞ്ഞേക്കാം. ഓ ശരി തമ്പുരാട്ടി, ഒന്ന് കയറിയാലും. തൊഴുകയ്യോടെ നിൽക്കുന്ന അവനെ മറികടന്ന് കാറിൽ കയറാൻ നേരം അശ്വതി, എവിടെയോ കേട്ടുമറന്ന ശബ്ദം. ഞാൻ തിരിഞ്ഞു നോക്കി. കൂടെ സജുവേട്ടനും. ആ ശബ്ദത്തിന്റെ ഉടമയെ കണ്ട് ഞാൻ അമ്പരന്നു. ഗായത്രി ടീച്ചർ. ടീച്ചറുടെ വീട് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്താണ്. കുഞ്ഞുനാളിലെ എന്നെ ഒത്തിരി ഇഷ്ടമാണ്. സ്കൂളിൽ മലയാളം ടീച്ചറായിരുന്നു എടുത്തിരുന്നത്. ടീച്ചറുടെ ആ പഠിപ്പിക്കലിന്റെ സ്റ്റൈൽ കൊണ്ടാണ് എനിക്കും മലയാളത്തോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയത്. 2 വർഷമായിരിക്കുന്നു ടീച്ചറെ കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ വിവരങ്ങളൊന്നും അറിയാറുമില്ലായിരുന്നു. ഈ സമയത്ത് ടീച്ചറെ നനച്ചിരിക്കാതെ അവിടെ കണ്ടപ്പോൾ എനിക്കെന്തോ വല്ലാത്ത ആശ്വാസമായിരുന്നു തോന്നിയത്. ടീച്ചർ എന്താ ഇവിടെ? മോളെ ഇവിടെയാ കെട്ടിച്ചിരിക്കുന്നേ. ഇന്നലെ വന്നതാ. നാട്ടിലേക്കുള്ള ബസ് മിസ്സായി. എന്തേലും വണ്ടി കിട്ടുമോ എന്ന് നോക്കുകയായിരുന്നു. അപ്പോഴാ മോളെ കണ്ടത്. മോള് നാട്ടിലേക്കല്ലേ? അതെ എന്ന് ഞാൻ തലയാട്ടി. ടീച്ചർ കൂടി ഞങ്ങളോടൊപ്പം വന്നോട്ടെ അല്ലേ സജുവേട്ട? സജുവേട്ടന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ തന്നെ ടീച്ചർക്ക് വേണ്ടി ഞാൻ കാറിന്റെ ഡോർ തുറന്നു കൊടുത്തു. അപ്പോഴാണ് ടീച്ചർ സജുവേട്ടനെ കണ്ടതും. അല്ല, ആരിത്? സജുവോ? എന്നിട്ട് എന്തേ ഒന്നും മിണ്ടാത്തത്? ഓ, നമ്മൾ എന്ത് മിണ്ടാനാ ടീച്ചറെ എന്ന് പറഞ്ഞ് ഡോർ വലിച്ചടച്ച് സജു ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. സജുവേട്ടന്റെ കടന്തല് കുത്തിയ പോലുള്ള മോന്തയിൽ നിന്നും ടീച്ചർ കൂടെ കൂടിയത് അങ്ങേർക്ക് ഇഷ്ടമായില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും ടീച്ചറുടെ കൂടെ പിറകിൽ കയറാൻ പോയതായിരുന്നു. ഞാനെന്താ നിന്റെ ഡ്രൈവറാണോ? സജുവേട്ടന്റെ ആ ചോദ്യം ടീച്ചറെ വല്ലാതാക്കി. മോള് മുന്നിലിരുന്നോ? ഞാൻ ഇത്തിരി ദേഷ്യത്തോടെ തന്നെ മുന്നിലെ സീറ്റിൽ ഇരുന്നു. കുറേ സമയത്തേക്ക് ആരും തന്നെ സംസാരിച്ചതില്ല. ആ നിശബ്ദതയ്ക്ക് വിരാമം ഇട്ടത് ടീച്ചർ തന്നെ ആയിരുന്നു. അച്ചു, നിന്റെ കോഴ്സൊക്കെ കഴിഞ്ഞാ? കഴിഞ്ഞു ടീച്ചർ. ഇനി കേട്ടിട്ട് എഴുതണം, എന്നിട്ട് ഏതെങ്കിലും സ്കൂളിൽ കയറണം. എല്ലാം നടക്കും. അത് പോട്ടെ, എന്തായി കല്യാണക്കാര്യമൊക്കെ? ഒരെണ്ണം ഏകദേശം ശരിയായിട്ടുണ്ട്. നാളെ ചെറുക്കൻ്റെ വീട്ടുകാർ ഉറപ്പിക്കാനായി വരും. അത് പറയുമ്പോൾ ഒളി കണ്ണാൽ ഞാൻ സജുവേട്ടനെ നോക്കി. ആ മുഖം ഇരുളുന്നതും കാറിന്റെ സ്പീഡ് കൂടുന്നതും ഞാൻ അറിഞ്ഞു. പാരട്ട കിളവൻ. മോളുടെ കല്യാണം ശരിയായതൊന്നും പറയുന്ന കേട്ടില്ല. ഈ സജു ജീവിച്ചിരിക്കുമ്പോൾ അച്ചു വേറൊരാളുടെ ഭാര്യയാവില്ല. അതും മനസ്സിൽ പറഞ്ഞവൻ ബ്രേക്ക് ആഞ്ഞു ചവിട്ടി. ആ ആഘാതത്തിൽ ടീച്ചറും ഞാനും മുന്നോട്ടാഞ്ഞുപോയി. സജുവേട്ടൻ എന്താ ഞങ്ങൾ കൊല്ലാൻ കൊണ്ടുപോകുകയാണോ? അത് കേട്ട് ടീച്ചർ ചിരിച്ചു. കൊച്ചു വർത്തമാനങ്ങൾക്കിടയിൽ നാടെത്തിയത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. സജുവേ, ദേ അവിടെ ഒന്ന് ചവിട്ടിയേക്കണേ. ടീച്ചർ ചൂണ്ടിക്കാണിച്ചിടത്തേക്ക് ഞാൻ നോക്കി. റോഡിൽ നിന്നും ഇത്തിരി താഴെയായി ഒരു ഒറ്റനില വീട്. ചുറ്റും ബൾബുകൾ പ്രകാശിക്കുന്നുണ്ട്. എൻ്റെ നോട്ടം കണ്ടാവണം ടീച്ചർ ചിരിയോടെ പറഞ്ഞു. മാഷും അമ്മയും മാത്രല്ലേ ഉള്ളൂ. അമ്മ വയ്യാതെ കിടക്കുവാണേ. എന്നെ കാണാത്തത് കൊണ്ട് ലൈറ്റൊക്കെ ഇട്ട് വച്ചതാണ്. നിങ്ങൾ പോയിക്കോ, മാഷ് പുറത്തിരിപ്പുണ്ടാവും. ടീച്ചർക്ക് നേരെ കൈവീശുന്നതിനിടയിൽ സജുവേട്ടൻ വണ്ടി മുന്നോട്ടെടുത്തു. കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നതിനിടയിൽ വണ്ടിയുടെ സ്പീഡ് കുറയുന്നതും പിന്നെ അതൊരു മുരൾച്ചയോടെ നിന്നതും ഞാൻ അറിഞ്ഞു. ഈശ്വര, ഇവൻ എന്തിനുള്ള പുറപ്പാടാണ്? വീട്ടിലെത്താൻ ഒരു 15 മിനിറ്റ് മതിയാകും. സമയം ഏകദേശം അർദ്ധരാത്രിയോട് അടുത്തിരിക്കുന്നു. പുറത്തെ നിലാവെളിച്ചത്തിൽ ഒറ്റത്തൈ ഒരു വലിയ രാക്ഷസരൂപം കൈക്കൊണ്ടതുപോലെ നിറയെ കുലകളുമായി നിൽക്കുന്ന ആ കൽപ്പവൃക്ഷം കണ്ടപ്പോൾ എനിക്കെന്തോ മരണത്തെക്കുറിച്ച് ഓർമ്മ വന്നു. പുറത്തെവിടെയോ ദേവദാരു മണം. എന്തിനാ വണ്ടി നിർത്തിയത്? ഇത്തിരി സങ്കോചത്തോടെയുള്ള എൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ ഒരു മറു ചോദ്യം അവൻ എനിക്കു നേരെ എറിഞ്ഞു. നാളെ അവർ കല്യാണം ഉറപ്പിക്കാൻ വരുന്നതാണല്ലേ? ആണെന്നോ അല്ലെന്നോ ഞാൻ മറുപടി പറഞ്ഞില്ല. ഞാൻ ജീവനോടിരിക്കുമ്പോൾ നീ മറ്റൊരുവന്റെ പെണ്ണാവില്ല. നേരത്തെ കണ്ടതുപോലല്ല, എന്തോ തീരുമാനിച്ച മട്ട്. ഡോർ തുറന്ന് പുറത്തു കടക്കാമെന്ന എൻ്റെ മോഹവും പാഴായി. കാരണം അത് ലോക്കായിരുന്നു. ചെന്നായയുടെ മുന്നിൽപ്പെട്ട ആട്ടിൻകുട്ടിയുടെ അവസ്ഥ. കണ്ണടച്ച് ഉള്ളൊരുകി മനസ്സിൽ സകല ദൈവങ്ങളെയും വിളിച്ചു. മുഖത്തിനു നേരെ ചൂടു നിശ്വാസം.
ഞെട്ടിത്തെറിച്ച് കണ്ണുകൾ തുറന്നപ്പോൾ കണ്ടു ക്രൂരമായ ചിരിയോടെ സജുവേട്ടൻ. ഇല്ല, തോൽക്കില്ല. അവൻ കാണാതെ എൻ്റെ കൈകൾ ഹാൻഡ് ബാഗിൻ്റെ സിബ്ബ് തുറന്നു. കയ്യിൽ കിട്ടിയത് പെപ്പർ സ്പ്രേ ആയിരുന്നു. ഒരു നിമിഷം പോലും അമാന്തിച്ചില്ല. അവൻ്റെ കണ്ണിന് നേരെ ഞാനത് സ്പ്രേ ചെയ്തു. ഒരു പുകച്ചിലോടെ സജു പിന്നോട്ടമർന്നുപോയി. വായിൽ വന്ന ചീത്തവാക്കോടെ അവൻ അലറി, നീ എൻ്റെ കണ്ണ് പൊട്ടിച്ചോടി, കാട്ടിത്തരാടി നിനക്ക്. അവൻ എൻ്റെ കഴുത്തിൽ കൈയമർത്തി. അപ്പോൾ പുറത്തുനിന്നും ആരോ കാറിന്റെ ഗ്ലാസ് ഊക്കോടെ തകർത്തു. പുറത്തേക്ക് നോക്കിയ ഞാൻ ഒരു നിമിഷം പകച്ചുപോയി. ടീച്ചർ അപ്പോൾ വീട്ടിലേക്ക് പോയില്ലേ? ആ, ഞാനേ എൻ്റെ ബാഗ് എടുക്കാൻ മറന്നു. അതെടുക്കാൻ തിരിച്ചു വന്നപ്പോ കാർ ഇവിടെ നിർത്തിയതുപോലെ തോന്നി. അത് കണ്ട് ഓടി വന്നതാ. അപ്പോഴാ ഉള്ളിലെ കാഴ്ച കണ്ടത്. ടീച്ചറുടെ ശബ്ദം കേട്ട് സജുവേട്ടൻ കണ്ണു തുറക്കാൻ പറ്റാതെ ചുറ്റിലും നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴും അവന്റെ കൈകൾ എൻ്റെ കഴുത്തിൽ അമർന്നിരിക്കുകയായിരുന്നു. കഴുത്തിലെ പിടിമുറുകുന്നതും എൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തുറിച്ചു പോകുന്നതും ടീച്ചർക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തായിരിക്കണം. കൂർത്തൊരു കല്ല് സജുവേട്ടന്റെ തല തകർക്കുന്നത് മിന്നായം പോലെ ഞാൻ കണ്ടു. ഡോറിന്റെ ലോക്ക് തുറന്ന് പെട്ടെന്ന് തന്നെ ഞാൻ പുറത്തേക്ക് ചാടി. കുറച്ചു സമയത്തേക്ക് എനിക്ക് ശബ്ദം വന്നതേയില്ല. കിതപ്പൊന്നടങ്ങിയപ്പോൾ ഞാൻ കാറിനുള്ളിലേക്ക് നോക്കി. അവിടെ സ്റ്റിയറിങ്ങിൽ തലയിടിച്ച് കിടക്കുകയാണ് സജുവേട്ടൻ. രക്തം വാർന്നൊഴുകുന്നുണ്ട്. ഇനി അവന്റെ ശല്യമുണ്ടാവില്ല. വളരെ ലാഘവത്തോടെ ടീച്ചർ അത് പറഞ്ഞപ്പോൾ ശരിക്കും അങ്കലാപ്പിലായത് ഞാനായിരുന്നു. അച്ഛൻ, അമ്മ, തൻ്റെ കരിയർ, ജീവിതം എല്ലാം ഈ ഒരൊറ്റ രാത്രി കൊണ്ട് അവസാനിച്ചിരിക്കുന്നു. ഇനി എന്ത് എന്ന ചിന്തയോടെ ഞാൻ ആ നിലത്തിരുന്നു പോയി. മോള് പേടിക്കണ്ട, ഒന്നും സംഭവിച്ചിട്ടില്ല. ടീച്ചറുടെ തണുത്ത കൈത്തലം എൻ്റെ നെറുകയിൽ അമർന്നു. ഇവന്റെ അവസാനം അത് എൻ്റെ കൈ കൊണ്ടാവണമെന്നത് ദൈവനിശ്ചയമായിരുന്നു. എൻ്റെ നീതു, ഇവനൊറ്റ ഒരുത്തൻ കാരണം അവളിന്ന് ഞങ്ങളോടൊപ്പം ഇല്ലാത്തത്. ടീച്ചറുടെ ഏട്ടന്റെ മകളായിരുന്നു നീതു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തു. അതിന് കാരണം സജുവേട്ടനാണെന്ന കാര്യം എനിക്ക് പുതിയൊരറിവായിരുന്നു. ഏതോ ഹർത്താലിന്റെ സമയത്ത് നാട്ടിലേക്ക് പുറപ്പെട്ട നീതുവെന്ന പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന വാർത്ത, അതിൽ സജുവേട്ടനും പങ്കുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ആ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകൊടുത്തു. പ്രത്യക്ഷത്തിൽ അവനൊന്നും ചെയ്തില്ലെങ്കിലും അവർക്ക് അവസരമൊരുക്കിയത് അവനായിരുന്നു. അവനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ തെളിവുകളില്ലാത്തതിനാൽ രക്ഷപ്പെട്ടു നിന്നു. പക്ഷേ മനസ്സിൽ അവനു വേണ്ടി ഒരു ചിത ഒരുക്കി വച്ചിരുന്നു, അവസരം വരുമ്പോൾ എടുത്തിട്ട് കത്തിക്കാൻ. ടീച്ചറുടെ വാക്കുകളിലെത്തി എന്നെ കൂടി എരിക്കുന്ന തരത്തിലായിരുന്നു. ഞാനും അപ്പോൾ മാത്രമാണ് ചിന്തിച്ചത്, എന്തു ധൈര്യത്തിലാണ് ഞാൻ ഇവന്റെ കൂടെ വരാൻ തീരുമാനിച്ചത്. ടീച്ചർ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനും മറ്റൊരു നീതുവായി പോയേനെ. അച്ചു, ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. നീ വീട്ടിലേക്ക് പോയിക്കോ. ഇനി ഇവിടെ നിന്നാൽ അപകടമാണ്. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എനിക്ക് കുറച്ച് കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട്. പിന്നെയും തഞ്ചി നിൽക്കുന്ന എന്നെ വഴക്കു പറഞ്ഞ ടീച്ചർ ഡിക്കി തുറന്ന് എൻ്റെ ബാഗ് എടുത്ത് പുറത്തേക്കിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. മനസ്സില്ലാ മനസ്സോടെ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ഇടയ്ക്കിടെ ഞാൻ തിരിഞ്ഞു നോക്കി. നിലാവിൽ മുങ്ങി നിൽക്കുന്ന കേരവൃക്ഷം ഒരു കാലവൃക്ഷത്തെ പോലെ. മഞ്ഞു കാരണം പുറകിലെ കാഴ്ചകൾ അവ്യക്തമായിരിക്കുന്നു. സമയം ഇത്രയും വൈകിയതിന് വീട്ടിൽ നിന്നും വഴക്കുറപ്പാണ്. ആ, ടീച്ചർ കൂടെ ഉണ്ടായിരുന്നെന്ന് പറയാം. ആ ഒരു സമാധാനത്തോടെ ഞാൻ വീട്ടിലേക്ക് നടന്നു. മുറ്റത്തേക്ക് കയറിയപ്പോഴേക്കും ചന്നം ഭിന്നം മഴ എവിടെ നിന്നോ ആർത്തലച്ചു വന്നു. മഞ്ഞു മഴയാണോ? ഓടി ഇറയത്തേക്ക് കയറിയപ്പോഴേക്കും അമ്മയും അനിയത്തിയും പുറത്തേക്ക് വന്നു. ഇത്രയും വൈകിയതിന് അമ്മയുടെ വായിൽ നിന്നും ചൂടുള്ള വഴക്ക് വയറു നിറയെ കിട്ടി. അപ്പോഴും എൻ്റെ കണ്ണുകൾ അച്ഛനെ തിരയുകയായിരുന്നു. എൻ്റെ മനസ്സറിഞ്ഞതുപോലെ അമ്മ പറഞ്ഞു, അച്ഛൻ മരിച്ചെടുത്തു പോയിരിക്കുകയാണ്. ആരാണ് മരിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷ എൻ്റെ നോട്ടത്തിലുണ്ടായിരുന്നു. വടക്കേതിലെ ഗായത്രി ടീച്ചർ സന്ധ്യക്ക് മരിച്ചുപോയി. അറ്റാക്കായിരുന്നു. മാനന്തവാടി മോളുടെ അടുത്തായിരുന്നു. ഞെട്ടലോടെ ഞാൻ അമ്മയെ തുറച്ചു നോക്കി. ബോഡി ഇന്ന് കൊണ്ടുവരുന്നാ പറഞ്ഞത്. നീ വരുമ്പോൾ അവിടെ വല്ല ആൾക്കൂട്ടവും കണ്ടായിരുന്നോ? ഞാൻ ആകെ ഐസായി. അമ്മ പറയുന്നതൊന്നും എൻ്റെ കേൾവിയിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്ത് അച്ഛൻ്റെ ശബ്ദം കേട്ടു. സരസോ, മോളെത്തിയില്ലേ? ഒന്നും മിണ്ടാനാവാതെ തരിച്ചു നിൽക്കുകയായിരുന്നു ഞാൻ അപ്പോഴും. ആഹാ, നീ നേരത്തെ എത്തിയോ? എന്നിട്ട് എന്തേ മിണ്ടാതെ നിൽക്കണത്? ടീച്ചറുടെ കാര്യം നീ അറിഞ്ഞോ? ഹോ, വല്ലാത്തൊരു കഷ്ടായിപ്പോയി. മാഷിന്റെ കാര്യ, സുഖമില്ലാത്ത അമ്മയെയും കൊണ്ട് ഇനി ഒറ്റക്ക്. ആ സരസോ, ഇന്നും ആ ഒറ്റത്തേക്കെടുത്ത്
ആക്സിഡന്റ് ഉണ്ടായെന്നാ തോന്നുന്നത്. ആരാണാവോ ഇന്നത്തെ നിർഭാഗ്യവാൻ? ആ കുഴിക്കകത്ത് വീണ പൊടി പോലും കിട്ടില്ല. വണ്ടിയാണേൽ തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധം തകർന്നിരിക്കുന്നു. വെള്ളമടിച്ചുകൊണ്ട് വന്ന ഏതേലും പയ്യന്മാരായിരിക്കും. എന്നാലും അതൊരു വല്ലാത്ത ജാതി തെങ്ങ് തന്നെയാട്ടാ. അത്രേ റൂക്കിൽ വന്നിടിച്ചിട്ടും അതിനൊരു കേട് പോലും സംഭവിച്ചിട്ടില്ല. എല്ലാം കേട്ടുകൊണ്ട് തണുത്ത് തരിച്ചു നിൽപ്പായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് രക്ഷയായി എത്തിയത് ടീച്ചറുടെ ആത്മാവായിരുന്നു. ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയുമില്ല. പുറത്തെ ഇരുട്ടിലേക്ക് ഞാൻ തുറച്ചു നോക്കി. അവിടെ എവിടെയോ ടീച്ചറുടെ ആത്മാവുള്ളതുപോലെ. പുറത്ത് വീണ്ടും ദേവദാരുവിന്റെ ഗന്ധം. കുളിരാർന്ന ഒരു തണുത്ത കാറ്റ് എന്നെ തഴുകി കടന്നുപോയി. രമ്യ രതീഷ് അവതരിപ്പിച്ച ഒറ്റത്തൈ എന്ന ചെറുകഥയാണ് നിങ്ങൾ കേട്ടത്.